ഞാനിവിടെ ഈ വന്ന സമയത്ത് എൻ്റെ അടുത്തൊരു ചേട്ടത്തി പറഞ്ഞു, അച്ഛാ ഇന്ന് ആൾ കുറവാണ്, സാധാരണ നല്ല ആൾ വരുന്നതാണ്, പക്ഷെ ആൾ കുറവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ. പക്ഷേ എനിക്ക് കർത്താവ് തന്നൊരു ബോധ്യം എന്താണെന്നറിയാമോ? അതിനുശേഷം അതായത് കർത്താവ് എപ്പോഴും അഭിഷേകം കൊടുക്കുന്നത് ചെറിയൊരു സമൂഹത്തിനാണ്. ഹല്ലേലൂയ, മനസ്സിലായോ? അവനെപ്പോഴും അവൻ്റെ അഭിഷേകം കൊടുക്കുന്നത് ചെറിയ സമൂഹത്തിനാണ്. എന്നതിനാണ് ഈ ചെറിയ സമൂഹത്തിന് കൊടുക്കുന്നേ? ഈ ചെറിയ സമൂഹത്തിന് കൊടുത്താൽ മാത്രമേ ഇത് പടർന്ന് വലുതാവുകയുള്ളൂ. ഹല്ലേലൂയ, മനസ്സിലാകുന്നുണ്ടോ? ഈ ചെറിയ സമൂഹത്തിന് അഭിഷേകം ആദ്യം കൊടുക്കും, അവരെ ആദ്യം ഒരുക്കും, അവരെ തൻ്റെ വചനത്തിലേക്ക് കൊണ്ടുവരും, അവരെ ചേർത്ത് നിർത്തും, അവരെ അനുഗ്രഹിക്കും, അവരെ തൊടും. അങ്ങനെ തൊട്ട് അനുഗ്രഹിച്ച് അവരെ അഭിഷേകം ചെയ്തിട്ട് അവരിലൂടെ മറ്റ് പലരിലേക്കും ഈ അഭിഷേകം എത്തിക്കും. അതുകൊണ്ട് ആരും വന്നില്ലെന്നോ അല്ലെങ്കിൽ ആൾ കുറവാണെന്നോ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ അതിനെ ടെൻഷൻ അടിക്കണ്ട, മനസ്സിലായോ? അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. നിങ്ങളിലൂടെ എൻ്റെ മക്കളെ, ഈ ആലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും തമ്പുരാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ, ഒരുപക്ഷെ നിൻ്റെ വീട്ടിൽ നിന്ന് നീ ഒരുത്തനായിരിക്കും വന്നിരിക്കുന്നത്, ഒരുപക്ഷെ നിൻ്റെ വീട്ടിൽ നിന്ന് നീ ഒരുത്തിയായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. കൊച്ചേ ക്രിസ്ത്യാനി, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്നിൽ ഒരാളിലൂടെ കർത്താവ് നിൻ്റെ കുടുംബം മുഴുവനെ ഏറ്റെടുക്കും. നീ ഒരാളിലൂടെ കർത്താവ് ഈ ഇടവക സമൂഹത്തെ ഏറ്റെടുക്കും. ഈ ചെറിയ സമൂഹത്തിലൂടെ കർത്താവ് ഈ ദേശം മുഴുവനെ വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ, ദേശം മുഴുവനെ വിശുദ്ധീകരിക്കും. നല്ലൊരു വചനമുണ്ട്, ലൂക്കോസ് 12:32 എടുക്കാമോ? ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. മക്കളെ, കർത്താവ് ഈ ഒരു ചെറിയ സമൂഹത്തോട് പറയുക ഈ വചനത്തിലൂടെ, കൊച്ചേ ചെറിയ അജഗണമേ, ചെറിയ സമൂഹമേ, നീ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ സ്വർഗസ്ഥനായ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. എന്താണ് ഈ രാജ്യം? മക്കളെ, മറ്റൊന്നുമല്ല, അവൻ്റെ കൃപ. എന്താണ് ഈ രാജ്യം? അത് മറ്റൊന്നുമല്ല, അവൻ്റെ കരുണ. എന്താണ് ഈ രാജ്യം? മറ്റൊന്നുമല്ല, അവൻ്റെ പരിശുദ്ധാത്മാവ്. ഈ ആത്മാവിൻ്റെ അഭിഷേകം നൽകാൻ, ഈ കൃപ നൽകാൻ, ഈ കരുണ നൽകാൻ ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. പലപ്പോഴും ഞാൻ ഇതിനു മുമ്പ് ശുശ്രൂഷ ചെയ്തതൊക്കെ കുഞ്ഞു കുഞ്ഞു പള്ളികളാണ്. അതായത് 10 കുടുംബം, 19 കുടുംബം, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പള്ളികൾ. ഇപ്പോഴാണ് ഞാനൊരു 80 കുടുംബമുള്ളൊരു പള്ളി. 80 ഇല്ലേ ഇവിടെ? ഉണ്ടോ? കുറേയെങ്കിലും ഉള്ളല്ലേ? ഉണ്ട്. അപ്പം ഇപ്പോഴാണ് ഞാനൊരു 80 കുടുംബം കൂടുതലുള്ളൊരു കുടുംബമുള്ളൊരു പള്ളി വന്നത്. അതിനു മുമ്പൊക്കെ 10 കുടുംബം, 19 കുടുംബം, 36 കുടുംബം, ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ പലപ്പോഴും ആ പള്ളികളിലൊക്കെ കേട്ട ഒരു കാര്യമാണ്, ഇങ്ങനെ ചിലർ പറയും, അച്ഛാ ഈ പള്ളിയിൽ ആൾ കുറവാണ്, നമ്മുടെ പള്ളിയിൽ ആൾ കുറവാണ്. എന്നാൽ അപ്പുറത്തൊക്കെ ഉള്ള ലാറ്റിൻ പള്ളിയിൽ അല്ലെങ്കിൽ സീറോ മലബാർ പള്ളിയിലൊക്കെ എത്ര കുടുംബങ്ങളാണ് ഇല്ലേ? 500 കുടുംബവും 1000 കുടുംബവും 1500 കുടുംബവും. ഇവിടെ ആണെങ്കിലോ 20 കുടുംബം. ആൾ കുറവാച്ചാ. അപ്പം ഞാൻ പറയും, അന്ന് കിട്ടിയ ഒരു ഉത്തരവാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എൻ്റെ മക്കളെ, അതായത് ഓക്കെ, സമ്മതിച്ചു, ഇവിടെ ഒരു 30 കുടുംബം, ഇവിടെ ഒരു 1000 കുടുംബം ഉണ്ടെന്ന് വെച്ചോ. ഈ 1000 കുടുംബമുള്ള പള്ളിയിൽ, അങ്ങനെ ഇല്ല എന്നാലും പറയുകയാണ്, ഈ 1000 കുടുംബമുള്ള ഒരു പള്ളിയിൽ 1500 ഗ്രൂപ്പും 2000 തീരുമാനങ്ങളുമാണെങ്കിലോ എന്തെങ്കിലും സമാധാന പള്ളിയിലുണ്ടോ? ഇല്ല. എന്നാൽ ഈ 30 കുടുംബമേ ഉള്ളൂ. ഈ 30 കുടുംബമുള്ള പള്ളിയിൽ ഈ 30 കുടുംബവും അഭിഷേകത്താൽ നിറയപ്പെട്ടതാണെങ്കിലോ ഈ 1000-ത്തെക്കാൾ ഏറ്റവും വലുതേതാ? ഈ 30. അതാണ് ഞാൻ പറഞ്ഞത്. മക്കളെ, ആളുകളൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ലെന്നേ, നിങ്ങൾ മതി. നിങ്ങൾ ആദ്യം ഒന്ന് തീയാകാമോ? നിങ്ങൾ ആദ്യം ഒന്ന് ജ്വലിക്കാമോ? നിങ്ങൾ ആദ്യം ഒന്ന് വിശുദ്ധരാകാമോ? നിങ്ങൾ ആദ്യം പരിശുദ്ധാത്മാവിനാൽ നിറയാമോ? അങ്ങനെയാണെങ്കിൽ മക്കളെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളിലൂടെ കർത്താവ് അനേകം ജനതകളെ ഇവിടെ കൊണ്ടുവരും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് കർത്താവ് അനേകരെ കൊണ്ടുവരും. അതുകൊണ്ട് ചെറിയ ഗ്രൂപ്പാണെന്നൊന്നും പേടിക്കണ്ട, മനസ്സിലായോ? ധൈര്യമായിട്ട് തമ്പുരാന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക, വചനം സ്വീകരിക്കുക, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം.